നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വാക്കിലൂടെ ആരംഭിച്ച വിവാദം ഇന്ന് അദ്ദേഹത്തെ തന്നെ നിലപാട് മാറ്റാൻ നിർബന്ധിതനാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ അപമാനിച്ച പരാമർശങ്ങൾ ഉയർന്നതോടെ ലോകവ്യാപകമായി വിമർശനം ശക്തമായി. എന്നാൽ അതിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഇറാന്റെ തുറന്ന പിന്തുണയാണ്. ഇന്ത്യയെ മഹത്തായ സംസ്കാരത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിച്ച് ഇറാൻ രംഗത്തെത്തിയതോടുകൂടി ട്രംപിന് തന്റെ നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു. ഇന്ത്യയെ മികച്ച രാജ്യമായി കാണുന്നുവെന്നും ഇന്ത്യയെ നയിക്കുന്നത് തന്റെ വളരെ നല്ലൊരു സുഹൃത്താണെന്നും തിരുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ രംഗത്തു വന്നു. ഇന്ത്യയെ നരകതുല്യമായ ഇടമെന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിശദീകരണം. ഇറാൻ രംഗത്ത് വന്നതോടെ അമേരിക്കയ്ക്ക് മേൽ പുതിയ സമ്മർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് പിന്നീട് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് എന്ന് വ്യക്തമാക്കേണ്ടി വന്നത്. ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസിയാണ് ട്രംപിന്റെ പ്രതികരണം അറിയിച്ചത്. ഇന്ത്യ ഒരു മികച്ച രാജ്യമാണ്, എന്റെ വളരെ നല്ലൊരു സുഹൃത്താണ് അവിടുത്തെ നേതാവ് എന്ന് പ്രസിഡന്റ് പറഞ്ഞതായി അമേരിക്കൻ എംബസി വക്താവാണ് അറിയിച്ചത്. ന്യൂഡൽഹിയിലെ US എംബസിയുടെ വക്താവ് ക്രിസ്റ്റഫർ എൽംസ് പറയുന്നതനുസരിച്ച് റിപ്പബ്ലിക്കൻ നേതാവ് ഇന്ത്യയെക്കുറിച്ച് ഊഷ്മളമായി സംസാരിക്കുകയും അതൊരു മികച്ച രാജ്യമാണെന്നും അതിന്റെ നേതാവുമായി വ്യക്തിപരമായ സൗഹൃദമുണ്ടെന്ന് പറയുകയും ചെയ്തു. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ചില റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടെന്ന് പറയുകയും കൂടുതൽ വിശദീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ റേഡിയോ ഹോസ്റ്റ് മൈക്കിൾ സാവേജ് നടത്തിയ ഒരു ടോക്ക് ഷോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ട്രംപ് റിപ്പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ വിശദീകരണം വന്നത്. അതിൽ മൈക്കിൾ സാവേജ് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും അവിടെ നിന്ന് ആളുകൾ ഗർഭകാലത്തിന്റെ 9ാം മാസത്തിൽ അമേരിക്കയിലേക്ക് വന്ന് അവരുടെ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നേടുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ആദ്യത്തിൽ ആക്രമണ ഭാഷ, പിന്നീട് വിശദീകരണം, ഒടുവിൽ പിന്മാറ്റം. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി ഇതുതന്നെയാണ്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് വ്യത്യസ്തമാണ്. ഇന്ത്യയെ വിമർശിച്ച ഒരു പരാമർശം ഇറാൻ പോലുള്ള ശക്തമായ രാജ്യത്തെ ഇന്ത്യയുടെ പക്ഷത്തു നിർത്തി. അതോടൊപ്പം റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ശക്തികൾ ഇതിനകം തന്നെ അമേരിക്കയുടെ ആക്രമണ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ ഇന്ത്യ മഹത്തായ രാജ്യമാണെന്ന പ്രസ്താവന ഒരു സാധാരണ വിശദീകരണമല്ല, മറിച്ച് ഉയർന്നു വരുന്ന ഒരു പുതിയ ശക്തിയെ അല്ലെങ്കിൽ കൂട്ടുകെട്ടിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പിന്മാറ്റത്തിന്റെ സൂചനയാണ്. ഇറാന്റെ ഈ പ്രതികരണം ഇന്ത്യക്ക് ഒരു വലിയ ഡിപ്ലോമാറ്റിക് നേട്ടമായി മാറി. അമേരിക്കയുമായി നേരിട്ട് സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം പോലും ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയരുന്നതിന്റെ തെളിവായി മാറി. ഇതോടെ ട്രംപിന് തന്റെ പ്രസ്താവന തിരുത്തേണ്ട സാഹചര്യം രൂപപ്പെട്ടു. അതിനാലാണ് പിന്നീട് അമേരിക്കൻ അധികൃതർ തന്നെ രംഗത്തെത്തി ട്രംപ് ഇന്ത്യയെ മഹത്തായ രാജ്യമെന്നാണ് കരുതുന്നതെന്നും ഇന്ത്യൻ നേതാവിനെ അടുത്ത സുഹൃത്തെന്നാണ് വിലയിരുത്തുന്നതെന്നും വിശദീകരിക്കേണ്ടി വരും. ഇതൊരു സാധാരണ നയതന്ത്ര വിശദീകരണം മാത്രമല്ല, മറിച്ച് വലിയ സമ്മർദ്ദത്തിൽ നിന്നുള്ള പ്രതികരണമാണ്. ഈ സംഭവത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഗോള ശക്തികളുടെ മാറുന്ന സമവാക്യമാണ്. ഇറാൻ ഇതിനകം തന്നെ അമേരിക്കയെ ശക്തമായി നേരിടുകയാണ്. അതേസമയം റഷ്യയും ചൈനയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ വിമർശിച്ച് ഡിപ്ലോമാറ്റിക് പരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് ഇറാൻ രംഗത്ത് വരുന്നത് ഒരു പുതിയ ശക്തി അല്ലെങ്കിൽ അച്ചുതണ്ട് രൂപപ്പെടുന്നുവെന്ന സൂചനയാണ്. ഇത് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പുമാണ്. ലോക രാഷ്ട്രീയം ഇനി ഏകധ്രുവമല്ല. അമേരിക്കയുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ ഒരാൾ മാത്രമല്ല, പല ശക്തികളും ഒരുമിച്ച് മുന്നോട്ട് വരുന്നു. ഇന്ത്യയെ അപമാനിച്ച ഒരു പരാമർശം തന്നെ ഈ യാഥാർത്ഥ്യം തുറന്നുകാട്ടി. അതേസമയം ഇന്ത്യയുടെ നിലപാട് ഇവിടെ നിർണായകമാണ്. അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം ഇറാൻ, റഷ്യ, ചൈന എന്നിവരുമായി ബന്ധം സമതുലിതമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി. ഈ സംഭവത്തിൽ ഇറാൻ ഇന്ത്യയുടെ പക്ഷത്ത് നിന്നത് ആ ബന്ധത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഇന്ത്യയെ അവഗണിക്കാനാകില്ല. ഇന്ത്യക്കെതിരെ വരുന്ന ഒരു പരാമർശം പോലും അന്താരാഷ്ട്ര തലത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ട്രംപ് നടത്തിയ ഇന്ത്യ മഹത്തായ രാജ്യമാണെന്ന പ്രസ്താവന ഒരു സൗഹൃദ സന്ദേശം മാത്രമല്ല, അതൊരു തിരുത്തൽ കൂടിയാണ്. ഇറാൻ തുറന്നു പറഞ്ഞ പിന്തുണ, റഷ്യയും ചൈനയും സ്വീകരിച്ച നിലപാട്, ആഗോള സമ്മർദ്ദം, ഇവയെല്ലാം ചേർന്നാണ് ഈ മാറ്റം ഉണ്ടാക്കിയത്. ഭീഷണികളിൽ നിന്ന് ആരംഭിച്ച അമേരിക്കൻ ഭാഷ ഇപ്പോൾ വിശദീകരണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയെ പിന്തുണച്ച് ഇറാൻ രംഗത്ത് വന്നത് ലോക രാഷ്ട്രീയത്തിലെ പുതിയ കൂട്ടുകെട്ടുകളുടെ സൂചനയായും വിദഗ്ധർ പോലും വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയെ അപമാനിക്കുന്നത് ഇനി എളുപ്പമല്ല. കാരണം അതിന് മറുപടി പറയാൻ ലോകത്ത് ഒറ്റ രാജ്യമല്ല, ഒരു കൂട്ടായ്മ തന്നെ തയ്യാറായി നിൽക്കുകയാണ്.